പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ജനവും ക്രിസ്തീയ സഭയും ആഘോഷിക്കുന്ന വിവിധങ്ങളായ തിരുനാളുകളെക്കുറിച്ച് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പഠിക്കാനാണ് ഈ പരമ്പരയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് യേശുവിൻ്റെ ജനനം, തിരുപ്പിറവിയാണ്. ആദ്യമേ ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്തു നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഏറെ പരിചിതമായ, പക്ഷേ ഏറ്റവും കൂടുതൽ പരിചിതമായ തിരുനാളാണ് തിരുപ്പിറവി, ക്രിസ്മസ് എന്ന് പറയും. ഡിസംബർ 25-ാം തീയതിയാണ് സാധാരണ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശു ജനിച്ചത് ഡിസംബർ 25-ാം തീയതിയാണ് എന്ന ഒരു ധാരണ അതിലൂടെ ഉണ്ടാകും. കൃത്യമായിട്ട് നമുക്കറിയില്ല യേശു എന്നാണ് ജനിച്ചതെന്ന്. പക്ഷേ ഡിസംബർ 25-ാം തീയതി ഒരു തിരുനാളായി സഭ ആഘോഷിക്കുന്നുണ്ട് ഏറെക്കാലമായി. എവിടുന്നാണ് ഈ ഡിസംബർ 25-ൻ്റെ ഉത്ഭവം? ഒരുപക്ഷേ തുടക്കത്തിൽ അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. യേശു എപ്പോൾ, എവിടെ ജനിച്ചു എന്ന് ചരിത്രകാരന്മാരാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സഭ ഡിസംബർ 25-ാം തീയതി യേശുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുകയും ചെയ്യുന്നു. അതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് റോമക്കാരുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു ആചാരമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഡിസംബർ 25-ാം തീയതി സൂര്യൻ്റെ ജന്മദിനമായി അഥവാ സൂര്യൻ്റെ ഉത്ഥാന ദിനമായി പരിഗണിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പേർഷ്യയിലാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഭൂമധ്യരേഖയ്ക്ക് വടക്ക് വസിക്കുന്നവർക്ക് ഏറ്റവും ദീർഘമായ രാത്രി ഡിസംബർ 21-ാം തീയതിയാണ്. അതിനുശേഷം സാവകാശം രാത്രി കുറയുകയും പകൽ കൂടുകയും ചെയ്യും. അങ്ങനെ മാർച്ച് 21-ാം തീയതി ആകുമ്പോൾ രാവും പകലും ഒരുപോലെയാവും. തുടർന്ന് വീണ്ടും പകലിൻ്റെ ദൈർഘ്യം കൂടുകയും രാത്രിയുടെ ദൈർഘ്യം കുറഞ്ഞിരിക്കും. അങ്ങനെ ജൂൺ 21-ാം തീയതി ആകുമ്പോൾ ഏറ്റവും ദീർഘമായ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും ഉണ്ടാകും. ജൂൺ 21-ന് ശേഷം സാവകാശം പകൽ കുറയുകയും രാത്രി കൂടുകയും ചെയ്യും. അങ്ങനെ സെപ്റ്റംബർ 21 ആകുമ്പോൾ രാവും പകലും ഒരുപോലെയാകുന്നു. വീണ്ടും രാത്രി കൂടുകയും പകൽ കുറയുകയും ചെയ്യും. ഡിസംബർ 21-ാം തീയതി ആകുമ്പോൾ ഏറ്റവും ദീർഘമായ രാത്രി. ഇത് മതാത്മകമായ ഒരു വ്യാഖ്യാനം കൊടുത്തപ്പോൾ തിന്മയുടെ അഥവാ അന്ധകാരത്തിൻ്റെ ശക്തി ക്രമേണ ശക്തിയാർജിക്കുകയും ആ അന്ധകാരത്തെ ശക്തിയോടുള്ള യുദ്ധത്തിൽ സൂര്യൻ, പ്രകാശത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും പരാജയപ്പെടുകയും അവസാനം മരിക്കുകയും ചെയ്യുന്നു ഡിസംബർ 21-ാം തീയതി. അതിനുശേഷം സാവകാശം മരിച്ചവർ ഉയർത്തെഴുന്നിട്ട് അവൻ ശക്തിയാർജിച്ചു വരുന്നു. 21-ന് ശേഷം ഓരോ ദിവസവും കൂടുതൽ ശക്തിയാർജിച്ച് കൂടുതൽ പ്രകാശമാർജിച്ചു വരികയാണ്. അങ്ങ് വടക്ക് താമസിക്കുന്നവർക്ക് ഇത് കൂടുതൽ വ്യക്തമാകും. ഇങ്ങനെ ശക്തിയാർജിച്ചു വരുന്ന സൂര്യനെ സോൾ ഇൻവിക്ടൂസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അജയ്യ സൂര്യൻ. ഇപ്പോൾ തിന്മയുടെ അന്ധകാരത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു ചെന്ന് തിന്മയെ പരാജയപ്പെടുത്തി വിജയമാർജിച്ച് കടന്നു വരുന്ന അജയ്യനായ സൂര്യൻ്റെ ജന്മദിനമായി ഡിസംബർ 25-ാം തീയതി ആഘോഷിച്ചിരുന്നു എന്നാണ് പൊതുവെ കരുതുക. പേർഷ്യയിൽ റോമക്കാർ അത് ഏറ്റെടുത്തു. റോമക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു ഡിസംബർ 25-ാം തീയതി സൂര്യൻ്റെ ഒരു ജന്മദിനമായി ആഘോഷിക്കുന്ന പതിവ്. റോമിൽ ക്രൈസ്തവരുടെ സ്വാധീനം വർദ്ധിക്കുകയും അനേകം ക്രിസ്ത്യാനികളാവുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രകാശത്തിൻ്റെ ഉറവിടമായ യേശുവിൻ്റെ ജന്മദിനമായി ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നിയില്ല. ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാനെന്ന് പറഞ്ഞവൻ യേശുവിനെ തന്നെ സൂര്യനായി, പ്രകാശത്തിൻ്റെ ഉറവിടമായി കണക്കാക്കിയപ്പോൾ അന്ന് അറിയാതെ ആഘോഷിച്ചിരുന്ന ഈ സൂര്യൻ്റെ ജന്മദിനം യഥാർത്ഥ സൂര്യനായ യേശുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഡിസംബർ 25-ാം തീയതി യേശുവിൻ്റെ ജന്മദിനമായി ആഘോഷിച്ചു. കൃത്യമായിട്ട് അന്നാണോ സംഭവിച്ചത് നമുക്ക് അറിയാനുള്ള മാർഗമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ആഘോഷം, ഈ തിരുനാളാഘോഷം ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ജന്മമെടുത്തതിൻ്റെ ആഘോഷമാണ്. അന്ധകാരത്തിലാണ് അവൻ ജനിക്കുന്നത്. അർദ്ധരാത്രിക്കാണ് ജനിച്ചതെന്നാണ് പറയുക. അവൻ ജനിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സുവിശേഷങ്ങൾ 2 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്ക എഴുതിയ സുവിശേഷത്തിലും ശൈശവത്തെക്കുറിച്ച്, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ശൈശവത്തെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്നുണ്ട്. ലൂക്കായിലും മത്തായിലും. മർക്കോസിലും യോഹന്നാനിലും ഇതിന് വിവരണമില്ല.
നമുക്കറിയാം മർക്കോസിന് വിവരണം ആരംഭിക്കുന്നത് യേശുവിൻ സ്നാപയോഹന്നാൻ്റെ വരവിനെക്കുറിച്ചാണ്. യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ മാമോദിസായാണ് ആദ്യമേ എടുത്തു കാണിക്കുക. യോഹന്നാൻ സുവിശേഷത്തിന് ഒരു ശൈശവ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നില്ല, ബാല്യകാലത്തെക്കുറിച്ച്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊന്നിച്ചായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ആ ആദിയെക്കുറിച്ച് പറയുമെങ്കിലും ഈ വചനം എങ്ങനെയാണ് ശിശുവായി ജന്മമെടുത്തതെന്ന് യോഹന്നാൻ പറയുന്നില്ല. രണ്ടു കൂട്ടരും യേശുവിൻ്റെ പരസ്യജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുക, മർക്കോസും യോഹന്നാനും. പക്ഷേ ലൂക്കായും മത്തായും യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് കൂടി പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് പറയുന്നത്. നമുക്കറിയാം രണ്ടും അതേപടി കൃത്യമായ ചരിത്രത്തിൻ്റെ അവതരണമാണെന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു ചരിത്ര സംഭവത്തിൻ്റെ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനവും വിശദീകരണവുമായിട്ടാണ് ബൈബിൾ പഠിതാക്കൾ ഇതിനെ കരുതുക. മത്തായും ലൂക്കായും നൽകിയിരിക്കുന്ന വിവരണങ്ങളിൽ പൊതുവായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. മാതാപിതാക്കന്മാരുടെ പേര് തീർച്ചയായിട്ടും യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ജോസഫും മറിയവുമായിരുന്നു. യേശു ജനിച്ചത് ബേത്ലഹത്താണ്, പേര് ഇട്ടത് ജോസഫാണ് യേശു എന്ന പേര്. അപ്പോൾ യേശു എന്ന പേര്, മാതാപിതാക്കന്മാർ, ജന്മസ്ഥലം ബേത്ലഹം, ഇത്രയും കാര്യങ്ങളിൽ 2 സുവിശേഷകന്മാരും തമ്മിൽ യോജിപ്പുണ്ട്. ബാക്കി കാര്യങ്ങളിൽ കാര്യമായ യോജിപ്പൊന്നും കാണുന്നില്ല, വ്യത്യസ്തമായ വിവരണങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ബേത്ലഹത്തേക്കുള്ള യാത്രയെക്കുറിച്ചോ ബേത്ലഹത്ത് വരുമ്പോൾ വസിക്കാൻ ഇടം കിട്ടാത്തതിനെക്കുറിച്ചോ ഒന്നും പ്രതിപാദനമില്ല. തീർച്ചയായിട്ടും വ്യത്യസ്തമായൊരു കാര്യത്തെക്കുറിച്ചാണ് മത്തായി പറയുക. ലൂക്കായുടെ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പരിചിതമായിരിക്കുന്നതും ലൂക്ക എഴുതിയ സുവിശേഷമാണ്. നസറത്തിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ തെക്കുള്ള, ജെറൂസലത്തിൽ നിന്ന് 7 കിലോമീറ്റർ തെക്കായിട്ടാണ് ബേത്ലഹം എന്ന ഗ്രാമം. നസറത്തിൽ നിന്ന് ബേത്ലഹത്തേക്ക് അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പ്രകാരമാണ് അങ്ങോട്ട് പോകേണ്ടത് എന്ന് പറയുന്നു. അന്നത്തെ കാനേഷുമാരി കണക്കെടുക്കുമ്പോൾ ജന്മസ്ഥലത്ത് പോയി ഓരോരുത്തരുടെയും ഗോത്രത്തിൻ്റെ സ്ഥാനത്ത് പോയി വേണം കണക്കെടുക്കാൻ എന്നൊരു നിയമം ഉണ്ടായിരുന്നു അത്രേ. നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് താൽക്കാലിക റെസിഡൻസ് ഉണ്ട്, പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ട്. പെർമനൻറ്റ് റെസിഡൻസ് ഉള്ളിടത്താണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. എന്ന് പറഞ്ഞ പോലെ ജോസഫ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനായതുകൊണ്ട് ദാവീദിൻ്റെ സ്ഥലമായ ബേത്ലഹത്ത് പോയി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന കൽപ്പനയുണ്ടായി. അതനുസരിച്ചാണ് ജോസഫ് പുറപ്പെടുക, പൂർണ്ണഗർഭിണിയായ മറിയത്തോടു കൂടി. ദൈവത്തിൻ്റെ പരിപാലനയുടെ കാണും. നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴെല്ലാം കാണുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയാണ്. ആ പരിപാലന മനസ്സിലാക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുള്ളതുമാണ്. എന്തുകൊണ്ട് പൂർണ്ണ ഗർഭിണിയായ ഈ സ്ത്രീയെയും ഭാര്യയെയും കൊണ്ട് ഇപ്പോഴും ഇങ്ങനൊരു യാത്ര ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു? ദൈവത്തിൻ്റെ പുത്രന് ജനിക്കാൻ ഇപ്രകാരമുള്ള ക്ലേശത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ആവശ്യമുണ്ടോ? 130 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന കഴുതപ്പുറത്തുനിന്ന് നടന്നു നോക്കിയാൽ ദീർഘമായ യാത്ര. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ബേത്ലഹത്ത് വരുമ്പോൾ ആൾക്കൂട്ടം കാരണം അവൾക്ക് സത്രത്തിൽ സ്ഥലം ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, പണവും കയ്യിലുണ്ടാവുകയില്ല. അത് തന്നെയുമല്ല, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ വലിയ തിരക്കുള്ള ഹോട്ടലുകളിൽ ആരും സ്വീകരിക്കാൻ സന്നദ്ധമാവുകയില്ല. ഇവരുടെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. ഇതും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൂക്ക പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ, 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഒരുപാട് ധ്വനികളുള്ള ഒരു വാക്യമാണ്. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. കാരണം വെറുതെ പോയി അവിടെ കിടക്കുകയല്ല. എവിടെയാണ് ഈ പുൽത്തൊട്ടി? നമ്മൾ പുൽത്തൊട്ടി എന്ന് പറയും, പുൽക്കൂട് കണക്കാക്കാറുണ്ട്. പുല്ലുകൊണ്ടുണ്ടാക്കിയൊരു കൂടല്ല ഉദ്ദേശിക്കുന്നത്. കന്നുകാലികളെ പാർപ്പിച്ചിരുന്ന ഗുഹയാണ്. പക്ഷേ അവിടെ മനുഷ്യൻ ചേർത്ത് താമസിക്കും. ആ ഗുഹയിൽ കന്നുകാലികൾക്ക് തീറ്റയിടുന്ന സ്ഥലമാണ് പുൽത്തൊട്ടി. അല്പം വൃത്തിയായിട്ടുള്ളത് അവിടെയാണ്. ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ഒന്നും ഗന്ധമുണ്ടെങ്കിലും വൃത്തികേടില്ലാത്ത രീതിയിൽ അല്പം ശുദ്ധമായുള്ള സ്ഥലം ഈ തൊഴുത്തിൽ ആകപ്പാടെയുള്ളത് പുൽത്തൊട്ടിയാണ്. അവിടെയാണ് അല്പം ചൂട് കിട്ടുക. ഈ വൈക്കോലിൻ്റെ ചൂടിൽ കുഞ്ഞ് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചൂട് കിട്ടാൻ വേണ്ടി ഈ കുഞ്ഞിനെ പിള്ളക്കച്ചയിൽ തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തുന്നു. ഇതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഒരു പച്ചനക്ഷത്ര ഹോട്ടലിലോ രാജകൊട്ടാരത്തിലോ അല്ല ജനിക്കാനായിട്ട് അനുവദിക്കുക. പിറക്കാൻ ഇടം കിട്ടാതെ പട്ടണത്തിന് പുറത്ത് ഒരു മൃഗങ്ങളെ സംരക്ഷിക്കുന്ന, മൃഗങ്ങൾക്ക് അഭയം കൊടുക്കുന്ന തൊഴുത്തിൽ അഥവാ ഗുഹയിൽ, അവിടെ മൃഗങ്ങൾക്ക് തീറ്റയിടുന്ന പുൽത്തൊട്ടിയിലാണ് പിറന്നു കിടക്കുക. ധ്വനികൾ ധാരാളമുണ്ട്. ആദ്യത്തേത് ദൈവത്തിൻ്റെ ഒരു പക്ഷം ചേരലാണ്. ഇല്ലാത്തവനോട് പക്ഷം ചേരുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. ദൈവം ഭൂമിയിലേക്ക് കടന്നു വരുന്നത് പാവപ്പെട്ടവനായിട്ടാണ്, ഒന്നുമില്ലാത്തവൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് 2-ാമത്തെ അധ്യായത്തിൽ പറയും, ദൈവത്തോടുള്ള സമാനത വെച്ചു പുലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ സ്വയം ശൂന്യവത്കരിച്ച് ദാസൻ രൂപത്തിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, അഥവാ മരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. ഇപ്പോൾ ദൈവിക മഹത്വം മാറ്റിവെച്ച് എളിയവനായി, ഏറ്റവും താഴേക്കിടയിലുള്ളവനായി, പട്ടണത്തിന് പുറത്ത് പുറംപോക്കിൽ മനുഷ്യനായി ജനിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം. അതൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം കൂടിയാണ്. മനുഷ്യൻ്റേതായ ധൂർത്തും മനുഷ്യൻ്റേതായ ആഡംബരങ്ങളും ആഘോഷങ്ങളും എല്ലാം തിരസ്കരിച്ച് ഇല്ലാത്തവനോട് താതാത്മ്യപ്പെടുന്ന, ഇല്ലാത്തവൻ്റെ കൂടെ ചേരുന്ന, പക്ഷം ചേരുന്ന ദൈവത്തിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാം. ദൈവത്തിന് ഏതും സ്വീകരിക്കാം. റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ജനിക്കാമായിരുന്നു.
ഹെറോദസിൻ്റെ കൊട്ടാരത്തിലായിരിക്കും. അങ്ങോട്ടാണ് യേശുവിനെ അന്വേഷിച്ച് ജ്ഞാനികൾ വരുന്നത്. പക്ഷേ മനുഷ്യൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചേരിയിലാണ് ജനിച്ചത് എന്നത് ദൈവത്തിൻ്റെ പക്ഷം ചേരലിൻ്റെ അഥവാ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വ്യക്തമായ വെളിപ്പെടുത്തലാണ്. ഒന്നുമില്ലാത്തവരോടുകൂടി, വീടില്ലാത്തവനായി, അഭയാർത്ഥിയായി. അവിടെ ഈ പുൽത്തൊട്ടിക്കും പ്രത്യേകത ഉണ്ടെന്ന് ഓർക്കുക. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ശ്രദ്ധേയമാണ്. ബേത്ത് ലെഹം എന്നാണ് പറയുക. ബേത്ത് ലെഹം. ബേത്ത് എന്ന് പറഞ്ഞാൽ വീടെന്നാണ് അർത്ഥം. ലെഹം എന്ന് പറഞ്ഞാൽ അപ്പം. അപ്പത്തിൻ്റെ വീട് എന്ന് ആണ് അർത്ഥം. അവിടെ ശിശുവിനെ കിടത്തുന്നത് പുൽത്തൊട്ടിയിലാണ്. കന്നുകാലികൾക്ക് തീറ്റി സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഭക്ഷണം. ഇനി അവൻ തന്നെയാണ് വളർന്ന് പ്രായമാകുമ്പോൾ അവസാനത്തെ രാത്രി പറയും, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. മനുഷ്യവർഗത്തിന് മുഴുവനും ആഹാരമായി തീരാനായിട്ട് കടന്നു വന്നവൻ, സ്വന്തം ശരീരത്തെ ഭക്ഷണമായി അപ്പമായി മാറ്റി നൽകുന്നവൻ ഇന്ന് ജനിക്കുന്നത് അപ്പത്തിൻ്റെ വീട്ടിൽ കന്നുകാലികൾക്ക് തീറ്റി സൂക്ഷിക്കുന്ന സ്ഥലത്താണ്. ഇത് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുക. ദൈവം കടന്നു വരുന്നത് നമുക്ക് ആഹാരമായിട്ടാണ്. ആർക്കും കടന്നു വരാൻ സാധിക്കുന്നിടത്തേക്ക്, വലിയവർക്ക് മാത്രമല്ല, ഏത് ചെറിയവർക്ക്. രാജകൊട്ടാരത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അവിടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രമേ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഏതു മനുഷ്യനും കടന്നു വരാം, ആർക്കും. പക്ഷേ ഗുഹയിലേക്ക് കടക്കണമെങ്കിൽ ഇപ്പം കുനിയണം, ചെറുതാകണം. ചെറുതായി വരുന്നവർക്ക് ഈ ചെറിയവനെ കാണാൻ സാധിക്കും. ചെറിയവരിൽ ചെറിയവനായി, ഏറ്റവും ചെറിയവനായി വന്നവനാണ് വലിയവനായ ദൈവം. ഈ ദൈവം മനുഷ്യനായി അവതരിക്കുമ്പോൾ അവനെ തിരിച്ചറിയുന്നതും അധികം പേരൊന്നും ഇല്ല എന്ന് ഓർക്കുക. ലൂക്കായുടെ സുവിശേഷം തുടർന്ന് വായിച്ചാൽ കാണാം ആർക്കാണ് ഈ വാർത്ത, സദ്വാർത്ത അറിയിക്കപ്പെടുന്നത്. അർദ്ധരാത്രി അവൻ ജനിച്ചപ്പോൾ ആരും അറിഞ്ഞില്ല, പട്ടണത്തിലുള്ളവരാരും അറിഞ്ഞില്ല. പക്ഷേ ആ പ്രദേശത്ത് വയലുകളിൽ കാവലിരുന്ന, രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. 8 മുതലുള്ള വാക്യങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം വാക്കുകൾ. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആരാണ് നിങ്ങൾ? രാത്രി ആടുകൾക്ക് കാവലുന്ന ഇടയന്മാർ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ്, പുറംപോക്കിൽ കഴിയുന്നവരാണ്, അശുദ്ധരാണ്. ഇടയന്മാരെ അശുദ്ധരായിട്ടാണ് യഹൂദ സമൂഹം മുദ്രകുത്തിയിരുന്നത്. അശുദ്ധരായി പുറന്തള്ളപ്പെട്ടവരായ സമൂഹത്തിൻ്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട ചുരുക്കം പേർക്കാണ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുക. ദൈവം മനുഷ്യനായി അവതരിക്കുമ്പോൾ ആ വാർത്ത അറിയിക്കാനായിട്ട് ആദ്യമേ കടന്നു വരുന്നത് ഈ പാവപ്പെട്ടവരുടെ അടുക്കിലേക്കാണ്. ഇതാ വലിയ ഒരു സന്തോഷത്തിന് സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലോകം മുഴുവനുമുള്ള സന്തോഷത്തിന് ഇതാണ്. പക്ഷേ ആ സന്തോഷത്തിന് സദ്വാർത്ത അറിയിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അല്ല, ഇവിടെ ഈ പാവപ്പെട്ട ഇടയന്മാരെയാണ്. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ. ഞങ്ങൾ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരാണ്, പുറന്തള്ളപ്പെട്ടവരാണെന്ന് കരുതിയിരിക്കുന്ന ഇടയന്മാരോടാണ് പറയുന്നത്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇനി ആർക്കും പറയാൻ സാധിക്കില്ല ഞാൻ അന്യനാണ്. സകല മനുഷ്യർക്കും, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായിട്ട് വിശ്വസിക്കാത്തവനാകട്ടെ, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവനാവട്ടെ, ഏത് തൊഴിൽ ചെയ്യുന്നവനായിട്ട് തൊഴിലില്ലാത്തവനാകട്ടെ, ആർക്കും പറയാനാവില്ല ദൈവത്തിന് ഞാൻ അന്യനാണ് എന്ന്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവൻ അടയാളം ഇതായിരിക്കും. എന്താണ് അടയാളം? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. രാജകൊട്ടാരത്തിൽ സുവർണ പേടകത്തിലോ അല്ലെങ്കിൽ കട്ടിലിലോ അല്ല അവനെ കാണുക. ആർക്കും കടന്നു വരാവുന്ന തൊഴുത്തിൽ ഏറ്റവും ചെറിയവനായി. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ചു കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആരാണ് ഈ ദൈവകൃപ ലഭിച്ചവർ? ആർക്കാണ് കൃപ ലഭിക്കാത്തവർ? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി ഹൃദയം തുറക്കാൻ സന്നദ്ധരാകുന്നവർ, അവരാണ് ദൈവകൃപ ലഭിച്ചവർ. ദൈവം തിരഞ്ഞെടുക്കുകയാണ്, എല്ലാവർക്കും വെച്ച് നീട്ടുകയാണ്. ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ ആര് സന്നദ്ധമാകുന്നു അവർക്കെല്ലാം കൃപ ലഭിക്കും. നമ്മൾ സ്വീകരിക്കാൻ സന്നദ്ധമായാൽ മതി. എൻ്റെ തന്നെ അഹങ്കാരത്തിൽ നിന്ന്, സ്വാർത്ഥ മോഹങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ഹൃദയം തുറക്കാൻ സന്നദ്ധമാവുക ഇടയന്മാരെ പോലെ. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവവേദ്യമാകും. എന്താണ് ഈ സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ വലിയ ഐക്യമാണ്. ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ സമാധാനമാവുകയാണ്. മനുഷ്യർ തമ്മിലുള്ള പരസ്പരമായ ഐക്യം, ബന്ധം, സ്നേഹബന്ധം, മനുഷ്യൻ്റെ പ്രപഞ്ചത്തോടുള്ള ഈ ഐക്യവും സ്നേഹവും, ഹാർമണി എനിക്ക് എന്നോട് തന്നെ. ഇപ്പോൾ ദൈവവും മനുഷ്യൻ തമ്മിലും, മനുഷ്യ തമ്മിലും, മനുഷ്യനും പ്രപഞ്ചവും തമ്മിലും, മനുഷ്യന് തന്നോട് തന്നെയും ഉണ്ടാകുന്ന ഈ വലിയ ഐക്യത്തെയാണ് സമാധാനം എന്ന് പറയുക. ഇത് വിച്ഛേദിക്കപ്പെട്ടു, നഷ്ടപ്പെട്ടിരുന്ന ഈ സമാധാനം ദൈവം അത് വീണ്ടും കൊടുക്കുകയാണ്. അത് ആ ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് ആ സമാധാനം വാഗ്ദാനം ചെയ്യുന്നു.
ഇടയന്മാർ അത് കേട്ടു, സന്തോഷത്തോടു കൂടി അവർ ചെന്നു, അവർ കണ്ടു, തിരിച്ചറിഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു, സന്തോഷത്തോടെ തിരിച്ചുപോയി. ഇത് ലൂക്കാ എഴുതിയ സുവിശേഷത്തിനത്. ഈ ക്രിസ്മസിന് തന്നെ മറുഭാഗം മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണാം. അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു നക്ഷത്രമാണ്. ദൂതന്മാരെക്കുറിച്ച് അവിടെ പറയുന്നില്ല, നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ആ നക്ഷത്രം തന്നെ നമുക്കറിയാം സംഖ്യാപുസ്തകം 24-ാമത്തെ അധ്യായത്തിലെ ഒരു പ്രവചനമാണ്, ബാലാമിൻ്റെ പ്രവചനം. സംഖ്യ 24-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല, ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മൊവാബിന് നെറ്റിത്തടം തകർക്കും, ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. യാക്കോബിൽ നിന്ന് ഉയരുന്ന നക്ഷത്രം ഒരു രാജാവിൻ്റെ പ്രതീകമാണ്. ഒരു രാജശിശു ജനിക്കുമ്പോൾ, വലിയൊരാൾ ജനിക്കുമ്പോൾ നക്ഷത്രം ഉദിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ ബാലാമിൻ്റെ പ്രവചനമായിട്ട് എടുത്തു കാണിക്കുക, യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും. ഈ പ്രവചനം പൂർത്തിയാവുകയാണ് എന്ന് മത്തായിൽ എടുത്തു കാണിക്കും. കിഴക്ക് നക്ഷത്രം കണ്ടു. ആ നക്ഷത്രത്തെ അനുഗമിച്ചു വരുന്നത് ജ്ഞാനികളാണ്, രാജാക്കന്മാരെന്ന് സുവിശേഷത്തിൽ പറയുന്നില്ല. അവർ 3 പേരായിരുന്നുവെന്നും പിന്നീട് പാരമ്പര്യമാണ് പറയുക. മേൽക്കിയോർ, കാസ്പർ, ബൽത്താസർ എന്നിങ്ങനെ 3 പേരായിരുന്നുവെന്നും അവർ രാജാക്കന്മാരായിരുന്നു, അവർ മരിച്ചുവെന്നും അവരുടെ ശരീരം കൊളോണിലെ കത്തീഡ്രലിൽ സൂക്ഷിക്കുന്നൊക്കെ പാരമ്പര്യങ്ങളുണ്ട്. പക്ഷേ മത്തായി ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കിഴക്കുന്ന് വന്നവർ, ഇവിടെ നിന്നാണെന്ന് അറിയില്ല, കിഴക്കുന്ന് വന്നവർ പ്രത്യേക ഒരു കാര്യമുണ്ട്, അവർ പ്രതീക്ഷിച്ചിരുന്നവരാണ്, രക്ഷകനെ കാത്തിരുന്നവരാണ്. അത് മറ്റു മതസ്ഥരാണ്, യഹൂദരല്ല, വിജാതീയരാണ്. അത് ഭാരതീയരാകാം, പേർഷ്യക്കാരാകാം, നമുക്കറിയില്ല, ആരുമാവട്ടെ, ആരുടെയും പ്രതീകമാണ്. രക്ഷകനെ കാത്തിരിക്കുന്ന, പ്രകൃതിയിലെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തിലേക്ക് വരുന്ന പ്രകൃതി ശാസ്ത്രജ്ഞന്മാരാണ് അവർ. ശാസ്ത്രം അന്ധമാകണമെന്നില്ല, അന്ധവിശ്വാസങ്ങളിൽ കണ്ടുപോകണമെന്നുമില്ല, ശാസ്ത്രം ദൈവനിഷേധത്തിലേക്ക് നയിക്കണമെന്നുമില്ല. ഹൃദയം തുറന്ന്, കണ്ണു തുറന്ന് കാണുന്നവർക്ക് ശാസ്ത്രം ദൈവത്തിൻ്റെ തന്നെ ഒരു ഉപകരണമായി കാണാൻ സാധിക്കും. ദൈവം നൽകുന്ന അടയാളങ്ങൾ മനസ്സിലാക്കി, ദൈവം നൽകിയ അടയാളം ഈ നക്ഷത്രം, അവർ അതിനെ അനുഗമിച്ചു. ആ നക്ഷത്രം അവരെ ബേത്ലഹേത്ത് എത്തിച്ചു. പക്ഷേ അതിനു മുമ്പ് അവർ ജെറൂസലത്തേക്കാണ് ചെല്ലുക. ജെറൂസലത്ത് വരുമ്പോൾ രാജാവ് ജനിക്കുന്ന, മിക്കവാറും രാജാവിൻ്റെ കൊട്ടാരത്തിലായിരിക്കുന്ന പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഹെറോദസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം ഇപ്രകാരമാണ് പറയുന്നത്, 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറൂസലം എത്തി. അവർ എത്ര പേരുണ്ടായിരുന്നു പറയുന്നത്? രാജാക്കന്മാരാണെന്ന് പറയുന്നത്. ജ്ഞാനികൾ അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവർ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറൂസലം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞന്മാരെയും വിളിച്ചുകൂട്ടി, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവർ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക, അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ചെന്ന് പറയും. എവിടെ മത്തായിയുടെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ തോന്നും യേശുവിൻ്റെ മാതാപിതാക്കന്മാർ മറിയവും ജോസഫും ബേത്ലഹേമിൽ തന്നെ താമസിച്ചിരുന്നവരാണെന്ന്. അവർ വീട്ടിലാണ് താമസിക്കുക, മറ്റൊന്നിനെക്കുറിച്ചും പറയുന്നില്ല. ഇതൊക്കെ വിവാദ വിഷയങ്ങളാണ്, നമുക്കറിയില്ല കൃത്യമായിട്ട് എന്താണെന്ന്. ഏതായാലും ഇവിടെ എടുത്തു കാണിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജ്ഞാനികൾ തങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ച അനുസരിച്ച് യാത്ര ചെയ്യാനായിട്ട് തയ്യാറായി. അവർ പുറപ്പെട്ടു, ദൈവം അവരെ നയിച്ചു. യഥാർത്ഥ ജ്ഞാനികൾ, യഥാർത്ഥ സത്യാന്വേഷികൾ, പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ തന്നെ, പ്രപഞ്ചത്തെ തന്നെ കാണുന്നവർ, ശരിയായി വ്യാഖ്യാനിക്കുന്നവർ ദൈവത്തിലേക്ക് അടുത്തു വരും. ഒന്നാമത്തെ. 2, അവർ വന്ന് ശിശുവിനെ മാതാവായ മറിയത്തോടും ജോസഫിനോടും കൂടി കണ്ടു. യേശുവിനെ നേരിട്ടല്ല കാണുന്നത്, മാതാപിതാക്കന്മാരിലൂടെയാണ്, സഭയിലൂടെ യേശുവിനെ കാണുന്നതിനെക്കുറിച്ച് പറയും. 3-ാമത്തെ അവർ കൊടുക്കുന്ന കാഴ്ച വസ്തുക്കളാണ് പൊന്ന്, മീറ, കുന്തുരിക്കം. ആ 3 കാഴ്ച വസ്തുക്കൾക്കും അതിൻ്റെ അർത്ഥമുണ്ട്. സ്വർണം രാജകീയമായ ലോഹമാണ്, രാജാവായി അംഗീകരിക്കുന്ന സ്വർണം. മീറ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നതാണ്, സുഗന്ധദ്രവ്യമാണ്, പക്ഷേ മൃതശരീരത്തെ പൂശാനാണ് മീറ. 100 റാത്തൽ മീറയും കൊണ്ട് നിക്കാദേമോസ് എന്ന് പറയും. മൃതശരീരത്തെ പൂശാനുള്ള ഈ വസ്തു എന്തേ ശിശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു? യേശുവിനെ മനുഷ്യനായി, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി, മരണമുള്ളവനായി, മർത്യനായി അംഗീകരിക്കുകയാണ് മീറയിലൂടെ. കുന്തുരിക്കം പുരോഹിതൻ്റെതാണ്, പുരോഹിത ശുശ്രൂഷയാണ് കുന്തുരിക്കം അർപ്പിക്കുക. അപ്പോഴേ യേശുവിനെ രാജാവായി, പുരോഹിതനായി, മനുഷ്യനായി അംഗീകരിക്കുന്ന 3 അടയാളങ്ങളുടെ സമർപ്പിക്കുകയായി. ഇതിൽ നമുക്ക് എന്ത് പാഠമാണ് കിട്ടുക? പാഠം കിട്ടുന്നതാണ്. ആന്തരിക പ്രചോദനമനുസരിച്ച്
പ്രപഞ്ചത്തിൽ കിട്ടുന്ന അടയാളങ്ങൾ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അടയാളങ്ങളനുസരിച്ച് സത്യാന്വേഷികളാകുന്നവർക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തും. അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അംഗീകരിക്കുക. അഹന്ത വെടിഞ്ഞ് മുൻവിധികൾ ഉപേക്ഷിച്ച് ദൈവത്തെ തേടുന്നവർക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തും. അതാണ് മത്തായി എടുത്തു കാണിക്കുന്നത്. അതേസമയം ഹെറോദേസും കൂട്ടരും ശിശുവിനെ കാണാനോ ആരാധിക്കാനോ തയ്യാറായില്ല. എവിടെയാണ് ജനിക്കുന്നത് കൃത്യമായി പ്രവചനങ്ങളിലൂടെ അറിയാമായിരുന്ന വ്യക്തികൾ അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. പലപ്പോഴും അറിവ് അഹങ്കാരം ജനിപ്പിക്കുന്നു. യഥാർത്ഥമായ അറിവ്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം, അത് എളിമ നൽകുന്നതാണ്. അപ്പോൾ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അറിവ് പ്രവൃത്തിയിലേക്ക് നയിക്കണം. ഹെറോദേസും കൂട്ടരും അന്വേഷിച്ചു യേശുവിനെ. അത് ആരാധിക്കാൻ വേണ്ടിയല്ല, വധിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ഇങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിലൂടെ കാണുന്നത് യേശു ദാവീദിൻ്റെ പുത്രനായി, രാജാവായി, മിശിഹായി ജനിച്ചത് ദാവീദിൻ്റെ ഗോത്രത്തിൽ തന്നെയാണ്. പക്ഷേ അവനെ സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നത് വിജാതീയരാണ്, സത്യാന്വേഷികളായ വിജാതി. സ്വജാതികൾ, സ്വന്തം രാജ്യത്തെ രാജാവ് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയല്ല, അവനെ കൊല്ലാനാണ് ഒരുങ്ങുന്നത്. ഇപ്പോൾ രണ്ടും കൂടി കണക്കിലെടുക്കുമ്പോൾ ലൂക്കായുടെയും മത്തായിയുടെയും വിവരണങ്ങൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യക്തമായ ചിത്രം ഇതാണ്. മനുഷ്യനായി ദൈവം അവതരിപ്പിക്കുമ്പോൾ അവൻ എല്ലാവർക്കും സംലഭ്യനാണ്. ഏതെങ്കിലും ഒരു വർഗത്തിലോ ഗോത്രത്തിലോ മതത്തിലോ പെട്ടവർക്കല്ല, എല്ലാവർക്കുമുള്ള രക്ഷകനാണ്. അവൻ പാവപ്പെട്ടവരോടൊന്നിച്ച് പാവപ്പെട്ടവനാണ്. അവൻ സമൂഹത്തിൻ്റെ പുറംപോക്കിലാണ്, വിളിമ്പിൽ കഴിയുന്നവരോട് കൂടിയാണ്. അവനെ സ്വീകരിക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ പുറംപോക്കിലേക്ക് വരണം. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് വന്നത് ഗോ ടു ദ ബോർഡേഴ്സ്, ഗോ ടു ദ ബൗണ്ടറീസ്. അവിടെയാണ് ദൈവം. ഇപ്പോൾ ദൈവം കടന്നു വരുന്ന ഈ വിവിധങ്ങളായ മാർഗങ്ങൾ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കിടക്കുന്നത് ജ്ഞാനികൾക്ക് സാധിച്ചു, ഇടയന്മാർക്ക് സാധിച്ചു, നമുക്കും അത് സാധിക്കട്ടെ. പലപ്പോഴും ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരുപാട് ആഡംബരങ്ങളിൽ അവസാനിക്കാറുണ്ട്. യേശു ജനിച്ച കാലിത്തൊഴുത്തിൻ്റെ അല്ലെങ്കിൽ പുൽത്തൊട്ടിയുടെ സ്ഥാനത്ത് ഇന്ന് പഞ്ചനക്ഷത്ര പുൽക്കൂടുകൾ ഉണ്ടാക്കാറുണ്ട്. പുൽക്കൂട് തന്നെ ഒരു ആഡംബരമായി മാറുന്നു, ആഘോഷത്തിൻ്റെ അവസരമായി മാറുന്നു, പോരാ മത്സരത്തിൻ്റെ ഉപകരണം പോലുമായി മാറുന്നു. ഇപ്രകാരം വീടില്ലാത്തവനായി ജനിച്ചവൻ്റെ ഓർമ്മ പോലും കൂടാതെ പുൽക്കൂടുകൾ ഉണ്ടാക്കി മത്സരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് അകന്നു പോവുകയാണ്. നമ്മുടെ തിരുനാളുകൾ പലപ്പോഴും പെരുന്നാളുകളാവുകയും തിരുനാളിലൂടെ അർത്ഥം മനസ്സിലാക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ മനസ്സിലാവാതെ മറ്റെവിടെയൊക്കെ നമ്മൾ അറിയുകയുമാണ് ചെയ്യുക. മനുഷ്യൻ്റെ എല്ലാ വേദനകളും ഇല്ലായ്മകളും അവൻ്റെ പോരായ്മകളും സ്വീകരിച്ച് അവനിലേക്ക് അവൻ പാവപ്പെട്ടവനായി കടന്നു വന്ന ഈ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് ഈ വലിയ സന്തോഷമാണ്. ഇതാ വലിയ സന്തോഷത്തിന് സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ ആരും ഇനി തനിച്ചല്ല, ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളോടുകൂടിയുണ്ട്. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, കർത്താവായ ക്രിസ്തു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ. അവൻ ശയിക്കുന്നത് പുൽത്തൊട്ടിയിലാണ്. ആർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിൽ, ആരെയും ഒഴിവാക്കാതെ ആർക്കും വരാം, എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സന്ദേശമാണ് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് ഈ ദൈവത്തിൽ നിന്ന് മാലാഖമാരോട് സ്വീകരിക്കുന്നത്. അത് ഹൃദയം തുറന്ന് സ്വീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിത്യവുമായ ദൈവമേ, അവിടുത്തെ തിരുപുത്രനെ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് അയച്ചത് ഏറ്റവും പാവപ്പെട്ടവനായി ജനിക്കാനാണല്ലോ. ഞങ്ങളുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും ഏകാന്തതകളും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾ ഒരുവനെ പോലെയായി ഞങ്ങളോട് അങ്ങേക്കുള്ള അനന്തമായ സ്നേഹം വെളിപ്പെടുത്തിയ ആ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ബെത്ലഹത്ത് പുൽത്തൊട്ടിയിൽ കിടന്ന അങ്ങ് ഇന്ന് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വ്യത്യസ്തങ്ങളായ രീതികളിൽ കടന്നു വരുമ്പോൾ അങ്ങ് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.